ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നമുക്ക് നോക്കിയാലോ? നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, പിന്നെ ഇതിൽ ഒരു എനർജി റീഡിംഗ് ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജി എക്സ്ചേഞ്ച് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന്. ബി പോസിറ്റീവ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ നന്ദി, ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി. താങ്ക് യു സോ മച്ച്. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. എന്താണ് കാർഡ്സ് എന്ന് നോക്കാം. നല്ല കാർഡാണ് അത്. മൂൺ കാർഡ്, പേജ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, Knight of Cups, Queen of Swords, Nine of Wands. ചാരിയറ്റാണ് ബോട്ടം എനർജിയായിട്ട് വന്നിരിക്കുന്നത്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ, മൂൺ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. മൂൺ കാർഡ്, പേജ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, നൈൻ ഓഫ് വാൻഡ്സ്, ചാരിയറ്റാണ് വന്നിരിക്കുന്നത് ബോട്ടമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂൺ കാർഡ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ആങ്സൈറ്റിൻ്റെ കാർഡാണ്. ആങ്സൈറ്റി, അതുപോലെ തന്നെ ഇല്യൂഷൻ, പേടി, ഭയം, ഇതൊക്കെ ഉള്ള ഒരു കാർഡാണ് മൂൺ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ഭയത്തോടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ, അതായത് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഭയം ആ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള തിരിച്ചടികളെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഭയം ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വരുമോ, സംഭവിക്കുമോ, ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം. അതുപോലെ തന്നെ അതായത് നിങ്ങളിൽ ഇങ്ങനെയുള്ള ഭയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ പോലും ടെൻഷനുള്ള കാര്യങ്ങളുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ. അങ്ങനെയുള്ള ടെൻഷനുള്ള വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന ദിവസം മാറ്റം വരുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റ്. ആ ഒരു ഭയത്തിൽ നിന്ന് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് തിരിച്ചറിവില്ലാതെ നിന്ന നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു വഴി നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഭയം കൊണ്ട് നിങ്ങൾ മാറി നിന്നിടത്ത് നിന്ന് നിങ്ങൾ പുതിയൊരു വഴി നിങ്ങളിലേക്ക് വരുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഇൻഡ്യൂറ്റീവായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുന്നു. ആ ഭയത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നു എന്നുള്ളത് കൂടിയാണ്. സ്പിരിച്വലി ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് മൂവായി പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകും. അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളെ ഇത്രയും നാൾ റൂള് ചെയ്തിരുന്ന ആ ഒരു ഭയത്തെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചിലർക്കൊക്കെ ചില എന്താ പറയുക, മദർലി, അതായത് അവരുടെ അമ്മമാരുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ അമ്മമാരിൽ, ഇപ്പം നിങ്ങളുടെ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയെ പോലെ കാണുന്ന വ്യക്തിയിൽ നിന്നോ നിങ്ങൾ വിചാരിച്ച പോലുള്ളൊരു പരിഗണന കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാറ്റം വരുന്നു. നിങ്ങൾക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ മൂൺ എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂൺ എന്നുള്ള ഇത് കാണുന്നത്. പിന്നെ ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു
സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സ്വപ്നത്തിലൂടെ കഴിഞ്ഞൊരു ദിവസം നിങ്ങളൊരു സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് അതായത് എന്താ പറയുക ആനിമൽസിലൂടെ ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഭയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കുറേ പേർക്കൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മൂൺ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാഷനോട് ഒത്ത് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തി, അതിനെ മനസ്സിലാക്കി, അതിനെ ആരാധനയോടുകൂടി നോക്കിയിട്ട് നിങ്ങൾ അതോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്പയർഡ് ആക്ഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടാവും. കുറേ നാളായിട്ട് നിങ്ങൾ മാറ്റിവെച്ച കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നതും അതുപോലെ അതോടൊപ്പം പോകാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ റെഡിയാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും. എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാനോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നു. അതിനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പലതും എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ റെഡിയാകുന്നു എന്നുള്ളതാണ്. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത്രയും കാലം മാറ്റിവെച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതോടെയാണ്. അതുപോലെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ അതിർവരമ്പുകളൊന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അതായത് നിങ്ങൾ എല്ലാത്തിനെയും ഒരു വിശാലമായിട്ടുള്ള ഒരു രീതിയിൽ കാണാൻ വേണ്ടി തുടങ്ങുന്നു എന്നുള്ളതാണ്. പുതിയൊരു രീതിയിൽ ഒരു യുവത്വത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്ത് റിസ്ക് എടുത്തായിട്ടായാലും ഞാൻ ഇതിൻ്റെ കൂടെ പോകും, എൻ്റെ ഇഷ്ടത്തിനൊപ്പം പോകും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുന്നതായിരിക്കാം, ഒരു ഇഷ്ടപ്പെട്ട കാര്യം ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തോടെ നോക്കിയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നതോ അങ്ങനെയും ആയിരിക്കാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനൊരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജിയാണ് ഇവിടെ. അതിനെ നിങ്ങൾ ആരാധനയോടെ നോക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. അടുത്ത ക്യൂൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഈ പേജ് ഓഫ് വാൺസ് നോക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിലേക്കാണ് എന്നുള്ളതാണ്. അതായത് ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് വളരെയധികം ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ ആ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുന്നു. അവിടെ നിങ്ങൾ ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഇവിടെ കാണാം ഈ ഒരു ലേഡി ഇരിക്കുന്നത് അഭിമാനത്തോടു കൂടി, അതായത് കാലൊക്കെ വിടർത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ ഒരു ഒതുങ്ങിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിടർത്തി വെച്ചിട്ട് ആ ഒരു സ്വന്തം ഇതിൽ നിലയുറച്ച് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ലേഡിക്ക് ഒരു മാജിക്ക്, ഇവിടെ ഒരു ക്യാറ്റിനെ കാണാം, ഇതൊരു മാജിക്കാണ്, ഈ ലേഡിയുടെ മാജിക്കാണ്. അപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ ഈ ലേഡിക്ക് സാധിക്കും എന്നുള്ളതാണ്. ലേഡി എന്ന് പറയുമ്പോൾ ഇവിടെ ജെൻഡർലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിലായിരിക്കാം ഫീമെയിലായിരിക്കാം, നിങ്ങൾക്ക് ഇന്ന് അങ്ങനെയുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ പാഷനിൽ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പാഷനിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കും, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഹാപ്പിയുമായിരിക്കും. നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അച്ചീവ്മെൻ്റൊക്കെ നിങ്ങൾക്ക് നേടിയിട്ടിരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ
മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു റോൾ മോഡലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടിയാണ്. നിങ്ങളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയെ, നിങ്ങളുടെ വളർച്ചയെ മറ്റുള്ളവർക്കും കൂടി മാതൃകയാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത്. അടുത്ത നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ വരുന്നത് നിങ്ങൾ കാത്തിരുന്നൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നൊരു അവസരമോ, നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അതിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രപ്പോസൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായ വ്യക്തികൾ, നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്കൊരു ഓഫറുമായിട്ട്, കപ്പ് ഓഫ് ലവ് ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം, ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്ത് കാത്തിരുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ ഇത് ഏതാണോ റെസനേറ്റ് ചെയ്യുന്നത് അത് എടുക്കുക കേട്ടോ. ചിലപ്പോൾ കമൻസൊക്കെ കാണാറുണ്ട്, വരും എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ അവസരം കാത്തിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഇന്നത്തെ ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കാർഡോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലെ റിസൾട്ടോ എന്താണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി ഒരു വ്യക്തിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കൊരു പ്രപ്പോസൽ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു വ്യക്തി മുമ്പ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രപ്പോസൽ പോലെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അല്ല, ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തോ ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത് അത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആവുന്നില്ലല്ലോ അങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ടുള്ള ഒരു റീഡിങ് എടുക്കുക. ജനറൽ ഗൈഡൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, ഇത് വരാനുള്ള ചാൻസസ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പേഴ്സണലായിട്ടും മെസ്സേജ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയേണ്ടി വരുന്നത്. അല്ലാതെ ആരോടും വിരോധം ഉണ്ടായിട്ടല്ല, ഇത് ജനറൽ ഗൈഡൻസ് ആണ് എന്നതാണ് ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചിലരൊക്കെ വളരെയധികം ഇന്നത്തെ ദിവസം വളരെയധികം റൊമാൻറ്റിക് ആവുന്നുണ്ടാവും. നിങ്ങൾ ഒരു കപ്പുമായിട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രപ്പോസൽ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പ്രപ്പോസൽ വരാനോ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് എല്ലാത്തിലും നിങ്ങൾക്കൊരു സന്തോഷവും സ്നേഹവും റൊമാൻസും ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, അതാണ് കാണുന്നത്. പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ ആരെ പ്രപ്പോസ് ചെയ്യുകയാണ് എന്നറിയില്ല. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരോ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു. പക്ഷേ ആ ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ മുഖം നോക്കാതെ എടുക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നുള്ളതും കൂടിയാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാനും അറിയാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ശിക്ഷിക്കാനും അറിയാം എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പലരുമായിട്ട് ഇന്ന് നിങ്ങൾ എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്താണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുന്നു. ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിയോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു, തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ക്ലിയർ മൈൻഡഡ് ആണ്. ആർക്കും നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല എന്നും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ബൗണ്ടറീസൊക്കെ ഇന്ന് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കുക, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കർമ്മ വരാനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയാണ്. നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ഇത് അതായത് നിങ്ങളുടെ യുക്തിപരമായിട്ടാണ് കേട്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ
ഇമോഷണലി ഒരു ഇതുമില്ല, അറ്റാച്ച്മെൻ്റ് ആരോടുമില്ല. ഇമോഷണലി നിങ്ങൾ ആരുടെ പക്ഷവും ചേരുന്നില്ല. നിങ്ങൾ തീരുമാനം എടുക്കുന്നു ആരുടെ പക്ഷം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെ പക്ഷവും ചേരാതിരിക്കുക എന്നുകൂടിയുണ്ട്. ആരുടെ പക്ഷം ചേരാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ നീതി നടപ്പാക്കുക, അതുകൂടിയാണ്. അപ്പോൾ ആരുടെയും പക്ഷം പിടിക്കാൻ പോകണ്ട കേട്ടോ. ഓക്കെ, അടുത്തത് 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഇവിടെ കുറേ പേര് ഇവിടെ എന്താണ് ഒരു വടിയും കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കി ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ സക്സസ്ഫുള്ളാണ്, പക്ഷേ എങ്കിലും നിങ്ങളൊരു ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റിൽ നിന്നും ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ആക്രമിക്കാൻ വരുന്നത് എന്നുള്ളതും നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഒരു സക്സസ് നേടിയ വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനം നിലനിർത്താനായിട്ട് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ഓക്കെ, അതായത് ആരെങ്കിലും എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമോന്നോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവർ അന്വേഷിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്ന തരത്തിലൊരു എനർജി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അവർ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവുമോ, അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമോ. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയത്തോടു കൂടി നിങ്ങൾ നിൽക്കുന്നതായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ നിന്നുള്ള സഹപ്രവർത്തകരിൽ നിന്നും ചുറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് കൊണ്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് അവർ അറിയുമോ എന്നുള്ളൊരു ഭയം, അതുപോലെ തന്നെ അവർ ഒരു ആക്രമണത്തിന് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടും ഉള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ധൈര്യമുണ്ട് എങ്കിലും വന്നാലൊരടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിൽക്കുക കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ കയ്യിൽ നല്ലൊരു വടിയുണ്ട്, ഞാനൊരു അടി കൊടുക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇതൊരു ലാസ്റ്റ് സ്റ്റാൻഡാണ്. ഇതെന്തായാലും എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ, എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റാൻഡാണ് എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 9 ഓഫ് വാൺസിൻ്റെ എനർജി. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളൊക്കെ, അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ഭയക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങളെ ഭയക്കുന്നതായിട്ടും, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ നിങ്ങൾ ഭയക്കുന്നതായിട്ടും, അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കുമോ എന്നുള്ളൊരു ഭയം അതോടുകൂടി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ, മറ്റുള്ളവർ അറിയുമോ എന്നൊക്കെയുള്ള ടെൻഷനും കൊണ്ട് നിൽക്കുന്നതായിട്ടും ഇവിടെ 9 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചാരിയറ്റാണ് ഓവറോൾ എനർജി ആയിട്ട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ചാരിയറ്റിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു സക്സസ് ആണ് വരുന്നത്, ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങളിലേക്കൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ ഇവിടെ നിങ്ങൾക്ക് കാണാം, കടിഞ്ഞാണില്ലാതെയാണ് ഈ 2 മൃഗങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിന് അത്രയും പവർ വരുന്നു എന്നുള്ളതാണ്. മനോബലം കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനോബലം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇത്രയും കാലം എന്തിനെയാണോ നിങ്ങൾ ഭയന്നത്, ആ ഭയത്തെ നിങ്ങൾ മറികടന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ചാരിറ്റി ഇവിടെ പറയുന്നത്. ഇവിടെ ആയാലും നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിന്നെടുത്തുന്ന നിങ്ങൾ എന്താണ് ഒരു മൂവ്മെൻറ്റിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക്, എന്തായാലും ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്, പിറകോട്ടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇന്നത്തെ ദിവസമുണ്ട്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇത്രയും കാലം ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഭയത്തിൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിൽ ഒരു ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്. യൂണിവേഴ്സ് അതിനുള്ള
കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഒക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ടാവും. നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ ഇവിടെ ടാരോ റീഡിങ് പഠിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വലി ഉള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്, റേക്കി ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാണിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതലും നിങ്ങളിലേക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയും നാളൊരു വ്യക്തത ഇല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു വ്യക്തത വരുന്നു എന്നുകൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നു, ഒരു മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് വളരെയധികം മെൻ്റൽ കൺട്രോൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് വളരെയധികം വിൽ പവർ നിങ്ങൾക്ക് വരുന്നു, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ എനർജി അലൈൻഡ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്നു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് സ്വപ്നം, ആ ഒരു സ്വപ്നം ട്രൂ ആയിട്ട് വരുന്നു, സത്യമായിട്ട് വരുന്നു, കംസ് ട്രൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു പണത്തിലേക്കുള്ള വഴിയാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവുന്നത് എന്നുള്ളത് കൂടിയാണ്. അതായത് നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു എന്ന് യൂണിവേഴ്സിനോട് നിങ്ങൾ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്, എന്തിനാണ് എന്നെ ഇതൊക്കെ അനുഭവിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ എത്രയോ തവണ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവും അത് എന്തിനാണെന്ന്. അപ്പോൾ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങൾ ത്യാഗം സഹിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണോ അത് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങളിലേക്ക് വീണ്ടും വരികയാണ് ഒരു പുതിയ വേർഷനായിട്ട്. ഓക്കെ, യൂണിവേഴ്സ് അതിൻ്റെ ഏറ്റവും നല്ല വേർഷൻ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളിൽ നീക്കിയിട്ട് പുതിയ രീതിയിൽ നിങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇവിടെ ഇന്നത്തെ ദിവസം വളരെയധികം ഹീൽഡായിട്ട് തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസ് തോന്നുന്നുണ്ടാവും. ഇമോഷണലി സ്റ്റേബിളായിട്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാനും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനൊക്കെ ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നല്ലൊരു പ്രോഗ്രസ് ആട്ടോ വരുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാത്തടത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഈയൊരു ഇതിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്കായിരിക്കട്ടെ ഇത് എന്നുള്ളത് ആശംസിക്കുന്നു. അപ്പോൾ എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കിയാലോ. ഓപ്പർച്യൂണിറ്റി, യെസ്, നിങ്ങളിലേക്കൊരു അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് പറയുകയാണ് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ, ഏഞ്ചൽസ് അത് കൊണ്ടുതരുന്നുണ്ട്, നിങ്ങളതിനെ മനസ്സിലാക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് ഏഞ്ചൽസും പറയുന്നത്, ഒരു അവസരം വരുന്നുണ്ട്, നിങ്ങൾ അതിനെ ശ്രദ്ധിക്കൂ, അനാവശ്യമായിട്ടുള്ള ഭയങ്ങളൊക്കെ മാറ്റൂ, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കൂ, പാഷനേറ്റ് ആവൂ, അവസരം വരുന്നുണ്ട്. നോക്കാം. ഹെൽപ്ഫുൾ പീപ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് വ്യക്തികളെ നിങ്ങളുടെ ചുറ്റിലേക്കും യൂണിവേഴ്സ് അയച്ചിട്ടുണ്ട്, ഏഞ്ചൽസ് അയച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ചിലപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ്, ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെയുള്ള ഗ്രൂപ്പിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. നിങ്ങൾ അവരെ കാണൂ, അവരുമായിട്ട് സംസാരിക്കൂ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറഞ്ഞു തരുന്നത്. യെസ്, അബണ്ടൻസ്. ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ അബണ്ടൻസ് എന്ന്. അപ്പോൾ സെയിം കാർഡാണ് ഏഞ്ചൽസും പറഞ്ഞേക്കുന്നത്. ഇതാ നോക്കൂ, ചിരിച്ച് നോക്കി നിൽക്കുന്നൊരു ഏഞ്ചലിനെ കണ്ടോ. അപ്പോൾ ഒരു അബണ്ടൻസ്, നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. അബണ്ടൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക, പെട്ടെന്ന് അങ്ങനെ ചോദിച്ച് ഉടനെ വരുന്നു എന്നുള്ളതല്ല. എങ്കിലും അബണ്ടൻസിലേക്ക് ഒരുപാട് പേർക്ക് ഇന്ന് പണം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഒരുപാട് അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലേക്കുള്ള വഴി ഇന്നേ ദിവസം തുറക്കപ്പെടും എന്നുള്ളത് കൂടിയാണ്
നോക്കൂ എത്ര ഹാപ്പി ആയിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സന്തോഷത്തോടു കൂടി ഈ അബണ്ടൻസിനെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എങ്കിലാണ് നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെയും നല്ല ആൾക്കാരെയും അബണ്ടൻസിനെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. കാരണം നിങ്ങൾ അത്രയും സ്ട്രഗിൾ അനുഭവിച്ചതല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ? അതിനെന്ത് വേണം? ഹാപ്പി ആയിരിക്കണം. കോംപ്രമൈസ് ചെയ്യാനുള്ളവരോട് കോംപ്രമൈസ് ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കോംപ്രമൈസ് ചെയ്യാനുള്ളവർക്കൊക്കെ കോംപ്രമൈസ് ചെയ്ത് കൊടുത്തേക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങളെ ഈ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മറ്റുള്ള വ്യക്തികൾ സ്ട്രഗിളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കോംപ്രമൈസ് ചെയ്ത് താങ്ക്സ് പറയുക. കാരണം അവരൊക്കെ കാരണമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ടാരോ റീഡിങ് കാണുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണുമായിരുന്നോ? ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ നിങ്ങൾ മുന്നോട്ട് പോവില്ലേ? അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ താങ്ക്സ് പറയുക, എന്നിട്ട് കോംപ്രമൈസ് ചെയ്യുക. കോംപ്രമൈസ് ചെയ്യാനുള്ളവരോടൊക്കെ കോംപ്രമൈസ് ചെയ്യുക. ഓക്കെ. ഇമ്പ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ കുറേ പേര് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതോടെയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കണം. എങ്കിലാണ് അബണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ. എല്ലാത്തിനും എന്ത് വേണം? ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം. ഓക്കെ അല്ലേ? നമ്മളുടെ സോളിന് എന്ത് പ്രവർത്തിക്കണമെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്ത് പ്രവർത്തിക്കണമെങ്കിലും ഒരു ബോഡിയിലല്ലേ ഒരു സോൾ ഉണ്ടാവുക. അപ്പോൾ ബോഡി ആദ്യം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു സോളിന് വേണ്ടതായിട്ടുള്ള സോൾ പർപ്പസൊക്കെ നേടണമെങ്കിൽ എന്ത് വേണം? നല്ല രീതിയിൽ ബോഡിയെ നിങ്ങൾ പരിപാലിക്കണം. നല്ല എനർജിയൊക്കെ കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം, നല്ല ചിന്തകൾ കൊണ്ടുവരണം. എങ്കിലാണ് എല്ലാം സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. വിഷമിച്ചിരുന്നാൽ എന്താണ്? നിങ്ങളുടെ എനർജി ലോ ആവും. അപ്പോൾ നിങ്ങളിലേക്ക് ഒന്നിൻ്റെയും വൈബ്രേഷൻ എത്തില്ല, യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ എത്തില്ല. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം? എനർജിയൊക്കെ ഉയർത്തണം കേട്ടോ. സോറി, ഒരുപാട് ലെങ്തി ആവുന്നുണ്ട് കേട്ടോ, പറഞ്ഞാണ്. റീഡയറക്റ്റ് യുവർ തോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ റീഡയറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട് ടു അട്രാക്ട് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേടിക്കല്ല വേണ്ടേ, ഇവിടെയും ഭയമാണ് പറയുന്നത്. ഭയം മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതർ പീപ്പിൾ മേ ബി ഇൻ്റർഫിയറിങ് വിത്ത് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഡിമ്മിങ് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങളുടെ ഇതിൽ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓപ്പൺ യുവർ ഐസ്. ഓക്കെ. കണ്ണ് തുറന്ന് കാണാനാണ് പറയുന്നത്. ഇഫ് സം വൺ ഷോസ് യു ഹൂ ദേ ആർ, ബിലീവ് ദം ദ ഫസ്റ്റ് ടൈം. ഓക്കെ. നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണുക, ആൾക്കാരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ പലരും വരും. അപ്പോൾ അവർ കറക്റ്റാണോ എന്നുള്ളത് ആദ്യം തന്നെ അവർ വിശ്വസിക്കരുത്. അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വിശ്വസിക്കുക. എൻഗേജ്മെൻറ്റ്. ഓക്കെ. യുവർ ലവ് ലൈഫ് ഈസ് സൂൺ അസെൻഡിങ് ടു ദ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ. കുറേ പേർക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്, എൻഗേജ്മെൻറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എൻഗേജ്മെൻറ്റ്. മാഗ്നറ്റിക് കണക്ഷൻ. യെസ്. അപ്പോൾ ചിലരുടെയൊക്കെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള കണക്ഷനാണ്. ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നിങ്ങളുടെ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദർ ഈസ് എ വെരി സ്ട്രോങ് പുൾ ആൻഡ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഡ്രോസ് യു ടു ദിസ് പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണോട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അധികം ഒരു അട്രാക്ഷൻ തോന്നുന്നത്, മാഗ്നറ്റിക് കണക്ഷൻ ആയതുകൊണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ. അബണ്ടൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യുക, സോറി അത് പറയാൻ മറന്നു കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈ പോയിൻറ്റും കൂടെ ഒന്ന് കൊടുക്കുക. ഇന്ന് നവംബർ 1 അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു മാസം ആശംസിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ പറഞ്ഞു അബണ്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് 1-ാം തീയതി തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ. നല്ലൊരു മാസമായിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. കേരളപ്പിറവി ആശംസകൾ എല്ലാവർക്കും. ഓക്കെ. അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.